ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാടിലുള്ള മേപ്പാടി എന്ന സ്ഥലത്ത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വിശാലമായി കിടക്കുന്ന തേയിലത്തോട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടം കാണുമ്പോൾ മനസ്സിന് വളരെയധികം കുളിർമയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇതില്ല. ഇവിടെ വയനാടും മറ്റുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഈ തേയില കൃഷിയുള്ളൂ. ഈ തേയില കൊണ്ടുവന്നത് പണ്ട് ബ്രിട്ടീഷുകാരാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഇളം തളിരാണ് ഇതിനുള്ളിൽ. ഇത് എന്നിട്ട് ഫാക്ടറിയിൽ കൊണ്ടുപോയി അത് ഉണക്കിയിട്ട് പൊടിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ തൊഴിലാളികൾ ഇത് ശേഖരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാങ്കേതിക വിദ്യ അവരെടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ തളിരിലകൾ അവർക്ക് കളക്ട് ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെയാണ് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങൾ. നോക്കത്താ ദൂരത്തോളം കണ്ണും നട്ട് ഇതുപോലെ വിശാലമായി കിടക്കുന്ന പ്രകൃതി രമണീയമായ കാഴ്ച ഈ ഹാരിസൺ മലയാളം എന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം. ഇതിൻ്റെ ഇങ്ങനെയാണിതാ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാങ്കേതികത വന്നതിന് ശേഷം വളരെ കൃത്യതയോടെ അത് ഇല ശേഖരിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ഇല കളക്ട് ചെയ്യല്? 15 ദിവസം. ഒരു കാട്ടിൽ രണ്ടാമത് നമ്മൾ വളം ചെയ്യും. അപ്പൊ ഇതിന് വളം ചെയ്യലുണ്ടോ? വളം ചെയ്യുന്നുണ്ട്. എന്ത് വളം ചെയ്യല്? വളം യൂറിയ, പൊട്ടാസ്യം, യൂറിയ. അപ്പൊ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഇതൊന്ന് എങ്ങനെ വളം ചെയ്യല്? ചെടി അടിയിലിടണേ, വിതറി കൊടുത്താൽ മതി അല്ലേ? വിതറി കൊടുക്കണം. അത് ശരി. അപ്പൊ ഇത് മാസത്തിൽ എത്ര പ്രാവശ്യം ചെയ്യല് വളം? ഇടൂല വളം. 2-3 മാസം കൂടുമ്പോ ഒരിക്കൽ വളം ചെയ്യും. നനക്കലുണ്ട്? ഇല്ല. ആദ്യമൊക്കെ നനച്ചിരുന്നു. ഇപ്പം വെള്ളം കിട്ടാൻ പ്രയാസമായതുകൊണ്ട് നനക്കണമെന്നില്ല. അപ്പൊ ഇത് 1 കിലോന് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഞങ്ങൾക്ക് 1 കിലോന് 27 കിലോന് ഞങ്ങൾക്ക് 480 രൂപയാണ് കൂലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മിക്ക പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം 500 രൂപ ഉണ്ടാക്കാൻ കഴിയോ? 500 രൂപ ചിലവർക്കൊക്കെ കിട്ടും. നല്ല വെട്ടണവർക്കൊക്കെ. ഇത് ദിവസം ഈ തൊഴിലുണ്ടാവും? രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങൂല? രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണിയാണ്. തീരും. അപ്പൊ നിങ്ങൾക്ക് ദിവസക്കൂലിയാണല്ലേ? മറ്റുള്ള ആനുകൂല്യമൊക്കെ ഉണ്ടാവോ? ഓണം എല്ലാം എല്ലാ അനുകൂലങ്ങളും ഉണ്ട്. ഇത് ഫാക്ടറി കൊണ്ടുപോയിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഫാക്ടറി കൊണ്ടുപോയിട്ട് അവര് പിന്നെ ഫാക്ടറിയിൽ പൊടിക്കും, ചായപ്പൊടിയാക്കും, എന്നിട്ട് പുറത്ത് വെക്കും. ഇത് ഉണക്കും ഇവര്? ഉണക്കൂല. പക്ഷെ അതിലൊരു മെഷീൻ ഉണ്ട്. അതിലിങ്ങനെ ഉണങ്ങി വരുമ്പോൾ നമുക്ക് കാണും. അത് അരക്കുമ്പോ തന്നെ അതിന്റെ ചാറ് വേറെ പോകും. എന്നിട്ട് അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ വന്ന സാധനം. അപ്പൊ ഇത് പച്ചയിൽ തന്നെ മെഷീനിലിട്ടിട്ട് അതിന്റെ നീര് വേറെ ആക്കിയിട്ട് നീര് വേറെ പോകും. പിന്നെ അത് ചായപ്പൊടി ആയിട്ട് തന്നെ അപ്പൊ തന്നെ വരും. വേറെ അപ്പൊ ഉണക്കുന്നില്ല. ഓ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ പിന്നെ വർഷകാലത്ത് ഇങ്ങനെ ചെയ്യോ? ഓ, ഞങ്ങളൊക്കെ പണിക്കിറങ്ങിയിട്ട് 10-30 വർഷമായി. അതല്ല, വേനൽ വർഷമല്ലാതെ ഈ പണിയുണ്ട്? ഓ, ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ അടുത്തുള്ള ജനുവരി ഫെബ്രുവരിയിൽ കുറച്ച് കപ്പ് കുറഞ്ഞു പോകും. ഇതൊക്കെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളല്ലേ ഇവരൊക്കെ? ഇതൊക്കെ ഞങ്ങളിവിടെ ഉള്ളവർ തന്നെയാണ്. നല്ല കപ്പ് വരുമ്പോൾ ബംഗാളികൾ വരും, അവരെടുക്കും. ഞങ്ങൾക്ക് എടുക്കാൻ തീരാതെ 14 ദിവസമാകുമ്പോൾ ഒരു കാട്ടിലേക്ക് എത്തണ്ടേ. അപ്പോൾ അവർ വന്നിട്ട് അവർ. അപ്പൊ ഇത് നമ്മൾ ഇവര് നിങ്ങൾ റോഡ് സൈഡ് വെച്ചാൽ പിന്നെ അവര് വണ്ടിയിട്ട് കൊണ്ടുപോകില്ലേ? ഈ പിന്നെ തേയിലയിൽ തന്നെ വെറൈറ്റികളുണ്ടോ? പല വെറൈറ്റികളുണ്ടോ? അതല്ല, ഈ ഇനത്തിൽ തന്നെ പല വെറൈറ്റികളുണ്ടോ? ഹൈബ്രിഡ്? അത് അവിടെ കൊണ്ടുപോയിട്ട് അവരാക്കും. ഓരോ രീതിയിലാണ് അവർ കൊടുക്കുക. പല വിലക്കുള്ളതും അവരാക്കും. നമ്മളിത് സാധാരണ രീതിയിൽ വെട്ടി നമ്മൾ കൊടുക്കും. നമ്മളിത് കുറച്ച് ഇല കൊണ്ടുപോയിട്ട് നമ്മൾ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അത് ചായപ്പൊടി ആവുമോ? ആവൂലേ? അത് നമ്മൾ ഉണക്കണം. അത് നമ്മൾ അടുപ്പിന്റെ മേലെ തകരൊക്കെ ഇപ്പൊ ഈ ഏലക്കായൊക്കെ പൊടിക്കണം. ഏലക്കായൊക്കെ ഉണക്കൂലേ? അതേപോലെ ഉണക്കിയിട്ട് പൊടിക്കും. ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായി. ഇവിടെ വീട്ടിലൊക്കെ ചിലവരൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് കാട്ടിയിട്ടുണ്ടായി. അത് ഞങ്ങൾക്ക് എസ്റ്റേറ്റിന് ചായപ്പൊടി മാസത്തിൽ ഒരിക്കൽ 1 കിലോ ചായപ്പൊടി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചിലവരൊക്കെ അങ്ങനെ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പകരം വെച്ചിട്ട് അടുപ്പിന്റെ മേലെ ഇത് പൊടിച്ച് വെക്കും. എന്നിട്ട് അത് പൊടിച്ചു. കാട്ടുമൃഗ ശല്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? കാട്ടുമൃഗ ശല്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇല്ല.
കടുവ, ആന, പുലിയൊക്കെ? പുലിയുണ്ട്. ഏതെങ്കിലും തൊഴിലാളിയെ ഉപദ്രവിച്ചിരുന്നോ? ഇത് മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ടാവും? 22 ഹെക്ടർ. ഒരു ഹെക്ടർ എന്നാൽ 2.5 ഏക്കർ. അത് ശരി. 300 ഏക്കർ കാടുണ്ട്. ഓ അത് ശരി. 300 ഏക്കർ ഉണ്ട്. ഇതില് കുരുമുളക് ഉണ്ടോ? ഇതില് കുരുമുളകുണ്ട്, കടക്കുണ്ട്. അപ്പൊ ഇത് ആ കറക്റ്റ് സമയത്ത് നുള്ളിയിലേക്ക് ഇത് ഇല മൂക്കൂലേ? പിന്നെ ഒന്നിനും പറ്റൂല. ഇതിന്റെ തൈ എങ്ങനെ ഉണ്ടാക്കല്? ഇതിന് കായുണ്ടോ? ഇത് പിന്നെ ഇതുണ്ട്, നഴ്സറി ഉണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ ഇതുണ്ടാവോ? അതല്ല, നമ്മുടെ നാട്ടിലെ ഈ നല്ല ചൂടുള്ള സ്ഥലത്ത് ഇത് പിടിക്കോ? അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ കുറഞ്ഞ കാര്യങ്ങളാണിത് ചോദിച്ച് മനസ്സിലാക്കി. ഇത് ഒരു വലിയൊരു പുസ്തകം തന്നെയാണ്, ഇതിൻ്റെ വലിയ ശേഖരം. കാരണം അത്രക്കും അറിവ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം നമുക്ക് പറഞ്ഞു തന്ന ഈ തൊഴിലാളിയോട് തീരാത്ത കടപ്പാടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ചോട്ടിലുള്ള രംഗം എന്തായാലും നോക്കാം. ഇതാണ് ചോട്ടിലെ രംഗം. തടി നല്ല വെയിറ്റുള്ള, നല്ല സ്ട്രോങ് ഉള്ള മുരടുകളാണ്. ഇതാണ് വളമിട്ടത്. ഇത് ഈ വെള്ളയാണ് ഈ വളമിട്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ രാസവളം. ഈ രാസവളം ചോട്ടിലിങ്ങനെ ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല സ്ട്രോങ് കാടുകളാണ്. ഈ വെള്ള പൊടികളൊക്കെ രാസവളമാണ്. രാസവളം. ഇതിൻ്റെ കായാണ്, കണ്ടോ? നല്ല കായ. ഈ കായ എന്നാണ് തൈ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പൂവാണ്. ഇതാ നല്ല അടിപൊളി പൂവ്, നല്ല വാസനയുണ്ടാവും. അപ്പോൾ നോക്കത്താ ദൂരത്തോളം ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ വളരെ ഭംഗിയോടെ ഇതിലുള്ള ഈ വലിയ മരങ്ങൾ, ഈ മരം ഏതാണ്? ഈ മരം കാറ്റാടി എന്ന് പറഞ്ഞ മരമാണ്. സിൽവർ ഓക്കും ഇതിലുണ്ട്. വളരെ ഉറപ്പുള്ള നല്ല മരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇത് കൂടുതലായി നമുക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട്. പല മില്ലുകളും ഈ മില്ലിലും ഇതാണ് കാണുന്നത്. ഓക്കെ.